നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷമാണ് കുട്ടിയെ ഗ്രസിച്ചത്. വിഷത്തെ ഇല്ലാതാക്കാൻ മഹാദേവനല്ലാതെ മറ്റാരാണുള്ളത്? ശിവപൂജ ഞാൻ ചെയ്തോളാം തിരുമേനി. ആയിക്കോട്ടെ, ഇനിയുള്ള ദിവസങ്ങൾ നിർണായകം. നിങ്ങളുടെ അവസാന അഭയമാണ്. ഇത്രയുമായി ഞങ്ങൾ കഴിഞ്ഞോളൂ. ശരി, പൊയ്ക്കോളൂ. കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാകും. ശരി തിരുമേനി. ഗോവിന്ദ, എന്താ മുത്തച്ഛ? ഇനിയുള്ള എല്ലാ കാര്യത്തിലും നിന്റെ ശ്രദ്ധ വേണം. മരുന്നുകളെല്ലാം ഇവിടെയാണ് ഉണ്ടാക്കേണ്ടത്. അവിടെയും നിന്റെ കണ്ണ് വേണം. ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തച്ഛ. ആയുർവേദ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പാരമ്പര്യമായി സിദ്ധിച്ച അറിവാണ് ആയുർവേദത്തിന്റെ അടിത്തറ. എന്റെ കോളേജിന്റെ മുത്തച്ഛനല്ലേ? മോളെ, 11 ദിവസം ഞങ്ങളെ ആരെയും കാണാതെ കഴിയുമ്പോൾ നമുക്ക് കഴിയോ? നീ ഇവിടെ കൂടി വിഷമിപ്പിക്കാതെ കഞ്ചനെ. മോളെ കാണാത്തതിന്റെ കുറച്ച് വേദന നമ്മൾ സഹിച്ചേ പറ്റൂ. ചേച്ചി ഇവിടെ തന്നെ ഉണ്ടല്ലോ അമ്മേ. ദൂരെ നിന്ന് കാണാനുള്ള എന്തെങ്കിലും ഒരു വഴി തിരുമേനി ഒരുക്കി തരും. അമ്മ കരയാതിരിക്ക. എത്രയോ തവണ ഹോസ്പിറ്റലില് ICUവിൽ കിടന്ന് എനിക്കിപ്പോ എല്ലാം ശീലമായില്ലേ. വലിയൊരു പ്രതീക്ഷയായിട്ടല്ലേ അമ്മ ഞാൻ പോകുന്നേ. ഒടുവിൽ എന്നെ നിരാശപ്പെടുത്താതിരുന്നാ മതി. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ചേച്ചി. ചേച്ചിയുടെ ആത്മവിശ്വാസം മാത്രം മതി. നിന്റെ പ്രാർത്ഥന മാത്രം മതി അമ്മു, നിന്റെ ചേച്ചിക്ക് നടന്നു തുടങ്ങാൻ. അച്ഛനിത് പ്രതീക്ഷയല്ല, യാഥാർത്ഥ്യം. ഭദ്രമൂസിനെ പോലുള്ള ആയുർവേദ പണ്ഡിതന്മാരെ അറിഞ്ഞിട്ടാണ് ആ വഴി നോക്കാൻ ഡോക്ടർ അരവിന്ദ് എന്നോട് പറഞ്ഞു. പക്ഷെ കൈ ഒഴിയുന്നതായിട്ടാ അന്ന് എനിക്ക് തോന്നിയത്. ആഹാ, സ്വാതി പോവാൻ റെഡിയായല്ലേ? ഞാൻ റെഡിയാ. പേഷ്യന്റ് ആയ ഇതുപോലെ വേണം. സുഖപ്പെട്ട് എന്റെ മോൾക്ക് വേഗം തിരിച്ചു വരാൻ കഴിയും. ദിവസങ്ങളെ അമ്മ കാത്തിരിക്കുമ്പോളെ അമ്മു. എന്നാ പോവാൻ സ്വാതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.